ഒരു നിമിഷം നിങ്ങൾ സങ്കല്പിക്കുക, ഈ ഭൂമിയിൽ നിന്ന് മനുഷ്യൻ എന്ന വർഗം പൂർണ്ണമായി അപ്രത്യക്ഷമായാൽ എന്ത് സംഭവിക്കും? നമ്മുടെ നഗരങ്ങൾ, കെട്ടിടങ്ങൾ, നമ്മൾ ഉണ്ടാക്കിയ സാമ്രാജ്യം എല്ലാം പെട്ടെന്ന് അപ്രത്യക്ഷമായാൽ? ഈ ചോദ്യം കൗതുകകരമാണ്, ഒപ്പം ഭയപ്പെടുത്തുന്നതുമാണ്. നമ്മൾ മനുഷ്യരില്ലാത്ത ഈ ലോകം എങ്ങനെയായിരിക്കും? ഈ ഒരു ചെറിയ വീഡിയോയിൽ നമുക്ക് ആ സാധ്യതകൾ ഓരോന്നായി പരിശോധിക്കാം. മനുഷ്യൻ അപ്രത്യക്ഷനാകുന്ന ആദ്യ നിമിഷം മുതൽ മാറ്റങ്ങൾ പ്രകടമാകും. വൈദ്യുത നിലയങ്ങൾ പ്രവർത്തിപ്പിക്കാൻ ആളില്ലാത്തതിനാൽ മണിക്കൂറുകൾക്കുള്ളിൽ വൈദ്യുതി നിലക്കും. നഗരങ്ങളിലെ വെളിച്ചം അണയും, ഇരുട്ടിലാകും. ഇന്ധനം പമ്പ് ചെയ്യാനോ വാഹനങ്ങൾ ഓടിക്കാനോ ആളില്ലാതാകും. വാർത്താവിനിമയ സംവിധാനങ്ങൾ നിലക്കും. നമ്മുടെ എല്ലാ ഡിജിറ്റൽ സംവിധാനങ്ങളും നിശ്ചലമാകും. വീടുകളിൽ ഒറ്റപ്പെട്ട വളർത്തുമൃഗങ്ങൾ ഭക്ഷണവും വെള്ളവുമില്ലാതെ അലഞ്ഞു തിരിയാൻ തുടങ്ങും. അവയിൽ പലതും പെട്ടെന്ന് തന്നെ മരിച്ചു വീഴാം, അല്ലെങ്കിൽ സ്വയം ഇരതേടാൻ പഠിച്ച് കാടുകളിലേക്ക് ചേക്കേറാം. നഗരങ്ങളിലെ സൂപ്പർ മാർക്കറ്റുകളിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ കെട്ടിക്കിടക്കും, എന്നാൽ അവ ഉപയോഗിക്കാനോ സൂക്ഷിക്കാനോ ആളുണ്ടാവില്ല. ദിവസങ്ങൾ ആഴ്ചകളിലേക്ക് മാറുമ്പോൾ പ്രകൃതി തൻ്റെ തിരിച്ചുവരവ് ആരംഭിക്കും. റോഡുകളിലും നടപ്പാതകളിലും പുല്ലുകൾ കിളിർത്തു തുടങ്ങും. കെട്ടിടങ്ങളുടെ വിടവുകളിലൂടെയും ചുമരുകളിലൂടെയും ചെടികൾ വളർന്നു പടരും. ഭൂഗർഭ മെട്രോ സ്റ്റേഷനുകളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം നിറയും. പമ്പ് ചെയ്യാനോ അറ്റകുറ്റപ്പണി ചെയ്യാനോ ആളില്ലാത്തതിനാൽ വെള്ളപ്പൊക്കം ഒരു സാധാരണ കാഴ്ചയാകും. മനുഷ്യന്റെ സാന്നിധ്യമില്ലാത്തതിനാൽ വന്യജീവികൾ നഗരങ്ങളിലേക്ക് കടന്നുവരും. മാൻ, കുറുക്കൻ, കരടി തുടങ്ങിയ മൃഗങ്ങൾ നഗരത്തിലെ ഉപേക്ഷിക്കപ്പെട്ട പാർക്കുകളിലും തെരുവുകളിലും മേയാൻ തുടങ്ങും. റോഡുകളിൽ പക്ഷിക്കൂടുകൾ കാണാം. കെട്ടിടങ്ങൾ പക്ഷികളുടെയും ഷഡ്പദങ്ങളുടെയും ആവാസ കേന്ദ്രങ്ങളാകും. വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ നിർമ്മിതികൾക്ക് കാലപ്പഴക്കം ബാധിക്കും. ഇരുമ്പ് തുരുമ്പെടുക്കും. കോൺക്രീറ്റ് പൊട്ടിത്തുടങ്ങും. പാലങ്ങളും കെട്ടിടങ്ങളും ഒന്നൊന്നായി നിലംപൊത്തും. മനുഷ്യൻ നിർമ്മിച്ച അണക്കെട്ടുകൾ തകരാൻ സാധ്യതയുണ്ട്. ഇത് വലിയ വെള്ളപ്പൊക്കങ്ങൾക്ക് കാരണമാകും. മനുഷ്യന്റെ വേട്ടയാടലും ആവാസ വ്യവസ്ഥയുടെ നശീകരണവും ഇല്ലാത്തതിനാൽ മൃഗങ്ങളുടെ എണ്ണം വർദ്ധിക്കും. വംശനാശ ഭീഷണി നേരിട്ടിരുന്ന പല ജീവിവർഗങ്ങളും തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. വനപ്രദേശങ്ങൾ വികസിക്കുകയും പുതിയ ആവാസ വ്യവസ്ഥകൾ രൂപപ്പെടുകയും ചെയ്യും. പതിറ്റാണ്ടുകൾ കഴിയുമ്പോൾ നഗരങ്ങളുടെ രൂപം പൂർണ്ണമായും മാറും. കെട്ടിടങ്ങൾ സസ്യങ്ങളാൽ മൂടപ്പെടും. അവയുടെ അവശിഷ്ടങ്ങൾ മാത്രം കാടിനുള്ളിൽ ഒളിഞ്ഞു കിടക്കും. മനുഷ്യൻ നട്ടുവളർത്തിയ പല സസ്യങ്ങളും കാടിന്റെ ഭാഗമാകും. നമ്മുടെ റോഡുകളും ഹൈവേകളും വൻമരങ്ങൾ നിറഞ്ഞ പാതകളായി മാറും. സമുദ്രങ്ങളിലും വലിയ മാറ്റങ്ങൾ പ്രകടമാകും. മനുഷ്യന്റെ ഇടപെടൽ ഇല്ലാത്തതിനാൽ മത്സ്യസമ്പത്ത് വർദ്ധിക്കും. പവിഴപ്പുറ്റുകൾ വീണ്ടും വളരും. കടലിലെ പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ അളവ് ക്രമേണ കുറയും. വലിയ കപ്പലുകൾ തുരുമ്പെടുത്ത് മുങ്ങിപ്പോകും. അവ പുതിയ സമുദ്രജീവികൾക്ക് ആവാസ കേന്ദ്രങ്ങളാകും. നൂറ്റാണ്ടുകൾക്ക് ശേഷം മനുഷ്യന്റെ സാന്നിധ്യത്തിന്റെ അവസാനത്തെ അടയാളങ്ങളും മാഞ്ഞു തുടങ്ങും. ഏതാനും വലിയ സ്മാരകങ്ങളും ഏറ്റവും ഉറപ്പുള്ള കെട്ടിടങ്ങളുടെ അടിത്തറയും മാത്രമേ അവശേഷിക്കൂ. സ്റ്റാച്യു ഓഫ് ലിബർട്ടി പോലുള്ള നിർമ്മിതികൾ പോലും മണ്ണിൽ മറഞ്ഞു തുടങ്ങും. ഭൂമി പൂർണ്ണമായും പ്രകൃതിയുടെ കൈകളിലാകും. മനുഷ്യൻ പുറന്തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവില്ലാത്തതിനാൽ ആഗോളതാപനം കുറയും. അന്തരീക്ഷം ശുദ്ധമാകും. ഓസോൺ പാളി പഴയതുപോലെ ആകാൻ തുടങ്ങും. എന്നാൽ മനുഷ്യൻ വരുത്തിവെച്ച ചില മാറ്റങ്ങൾ, ഉദാഹരണത്തിന് അണുവികിരണം, ഒരുപക്ഷെ ദീർഘകാലം നിലനിന്നേക്കാം. ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോൾ മനുഷ്യൻ ഇവിടെ ജീവിച്ചിരുന്നു എന്നതിൻ്റെ അടയാളങ്ങൾ പോലും കണ്ടെത്താൻ ബുദ്ധിമുട്ടാകും. ഭൂമി ഒരു പൂർണ്ണമായും കാടുകളാലും വന്യജീവികളാലും നിറഞ്ഞ ഗ്രഹമായി മാറും. നമ്മൾ ഉപേക്ഷിച്ചു പോയ ചില പുരാവസ്തുക്കൾ ഒരുപക്ഷെ ഭൂമിക്കടിയിൽ കാലത്തിൻ്റെ കയ്യൊപ്പുകളായി അവശേഷിച്ചേക്കാം. എന്നാൽ അവ കണ്ടെത്താൻ ആരും ഉണ്ടാകില്ല. പ്രകൃതിക്ക് സ്വയം പുനരുജ്ജീവിപ്പിക്കാനുള്ള കഴിവ് എത്ര വലുതാണെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ ഉണ്ടാക്കിയ പ്രശ്നങ്ങളെല്ലാം പ്രകൃതിക്ക് തന്നെ പരിഹരിക്കാൻ കഴിയും. മനുഷ്യനില്ലാതായാൽ ഈ ഭൂമിക്ക് എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ചുള്ള ഈ ചെറിയൊരു വീഡിയോ നമ്മെ ഏറെ ചിന്തിപ്പിക്കുന്നു. നമ്മൾ എത്ര ചെറുതും പ്രകൃതി എത്ര വലുതുമാണ്. നമ്മുടെ സാന്നിധ്യം ഇല്ലാത്ത ലോകം ഭൂമിക്ക് കൂടുതൽ ആരോഗ്യകരവും സന്തുലിതവുമാകാം. ഈ ആശയം നമ്മളില്ലാത്ത ഭൂമിയെക്കുറിച്ചല്ല, മറിച്ച് ഭൂമിയുമായി നമ്മൾ എങ്ങനെ സഹവസിക്കണം എന്നതിനെക്കുറിച്ചാണ്. നമ്മുടെ ഈ ഗ്രഹത്തെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു ചിന്തയാണിത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്, ഫോളോ ഫോർ മീ.